പക്ഷെ ഇന്ന് പ്രത്യേകമായിട്ടൊരു പ്രേരണ കിട്ടിയതനുസരിച്ച് ഞാൻ തിരുസഭയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് കരുതുകയാണ്. കൃപയുടെ കാലമാകണമെങ്കിൽ സഭയ്ക്കുള്ളിൽ സഭയോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ ഈശോയുടെ മുമ്പിൽ അല്പനേരം നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് തിരുസഭയെക്കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഒരു സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ടല്ല. മനോഹരമായൊരു പള്ളി ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, നമ്മുടെ പെരുന്നാൾ, അത് ഒരു സാമൂഹിക ബോധത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് അതിൻ്റെ പിന്നിലെ ആത്മീയ രഹസ്യം, തത്വം നമ്മൾ അറിയണം. നമ്മുടെ ദൈവം എന്താണ് സഭയിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. സഭയെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയും. പക്ഷെ വചനം എന്തു പറയുന്നു എന്നുള്ളതാണ് ദൈവമക്കൾ അറിയേണ്ടത്. ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നു. സഭയെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പലത് പറയും, സോഷ്യൽ മീഡിയ പല അഭിപ്രായങ്ങൾ പറയും. സഭയെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായങ്ങൾ പറയും. സാമൂഹ്യ നേതാക്കന്മാരും സാഹിത്യ നായകന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമൊക്കെ സഭയെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയും. പക്ഷേ എന്നെയും നിങ്ങളെയും സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നാം ദൈവം എന്ത് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, സഭയെക്കുറിച്ച് പറയുന്നു എന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇവരൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. 2000 വർഷങ്ങൾ കൊണ്ട് ധാരാളം ആളുകൾ സഭയ്ക്കെതിരെ നിൽക്കുകയും സഭയ്ക്കുള്ളിൽ നിന്ന് പോലും സഭയെ തകർക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സഭയുടെ പുറത്തു നിന്നും സഭയ്ക്കുള്ളിൽ നിന്നും സഭയെ മുച്ചൂട് നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയവരുണ്ട്. പക്ഷേ എന്നിട്ടും 2000 വർഷങ്ങൾക്ക് ശേഷവും ഈ സഭ നിലനിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടിട്ട് ഇന്നോടുകൂടി സഭ പൂട്ടി, ഇന്നോടുകൂടി ഈ സഭ മനുഷ്യനെതിരാണ്, ഇന്നോടുകൂടി സഭ കർത്താവിനെതിരാണ് എന്നൊക്കെ നമ്മൾ ധരിക്കരുത്. സഭയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒറ്റപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ എന്നേക്കുമായി സഭയെക്കുറിച്ചുള്ള അതിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള ചിത്രമാണ് എന്ന് നമ്മൾ കരുതരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കണം. തിരുസഭയെക്കുറിച്ച് മാധ്യമങ്ങളോ മതങ്ങളോ പാർട്ടികളോ പൊതുജനമോ സോഷ്യൽ മീഡിയയോ എന്തു പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് ദൈവവചനം, മാറ്റമില്ലാത്ത വചനം. മർക്കോസിൻ്റെ സുവിശേഷം 13:31 വചനം ഇങ്ങനെ പറയും. മർക്കോസ് 13:31 വാക്യം: ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. വചനം നമുക്ക് നേരിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും കടന്നു പോവില്ല, മാറ്റമില്ല, അത് നിറവേറുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അത് നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനം അത് ഉദ്ദേശം നിറവേറ്റും. ദൈവത്തിന്റെ വചനം മാറിപ്പോവില്ല, മാഞ്ഞു പോവില്ല. അതുകൊണ്ട് നമ്മൾ ഈ വചനം എന്താണ് പഠിപ്പിക്കുന്നത്, അത് വിശ്വസിക്കുന്നതാണ് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ജീവിതത്തിനും തലമുറയ്ക്കും നല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ എന്നെക്കാളും പ്രഗത്ഭരായിട്ടുള്ള ധാരാളം വൈദികരിരുന്ന പള്ളിയാണിത്. അവരെല്ലാം ഈ പള്ളിയിൽ നിന്ന് കുറച്ചു നാൾ ശുശ്രൂഷ ചെയ്തു മാഞ്ഞുപോയി. ഞാനും പോകും. നിങ്ങളെപ്പോലെ ധാരാളം കഴിവുള്ള ആളുകൾ ഒരു കാലം കഴിയുമ്പോൾ മാഞ്ഞു പോകും. നമ്മുടെ പൂർവികരൊക്കെ നമ്മളെക്കാൾ തലയെടുപ്പുള്ളവരായിരുന്നു, അവരും പോയി, കടന്നു പോകും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലാതെ തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ദൈവവചനം തിരുസഭയെക്കുറിച്ച് എന്തു പറയുന്നു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമുക്കത് തിരിച്ചറിവ് ഉണ്ടാകുന്നത് പിൽക്കാലത്ത് നമുക്കറിയാം. MM ലോറൻസ് എന്ന് പറയുന്ന നമ്മുടെ പാർട്ടിയുടെ വലിയൊരു നേതാവാണിത്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര കാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ വോയിസ് നമ്മൾ ഈ വീഡിയോയിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയണേ, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക്
എൻ്റെ മതപരമായ ചടങ്ങുകൾ കിട്ടി എനിക്ക് മരണം വേണം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ വോയിസ് ഒരു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലം കഴിയുമ്പോൾ ദൈവമക്കൾക്കൊക്കെ ദൈവം ചില വെളിപാടുകൾ നൽകും. നിത്യതയെക്കുറിച്ച്, സത്യമെന്ത് എന്നതിനെക്കുറിച്ച്. ഈ ഭൗതിക ലോകമല്ല, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, ഇതിനതീതമായ ഒരു ലോകമുണ്ട്, അദൃശ്യമായൊരു ലോകമുണ്ട് എന്ന വെളിപാട് നൽകപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവവചനം, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തിരുസഭയെക്കുറിച്ചുള്ള അറിവ് നൽകും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായി 16:18-19 വാക്യം വായിക്കാം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. കർത്താവ് പത്രോസിനോട് പറയുന്ന വചനമാണ്. ഈ വചനം നമുക്കറിയാം, ഇതിന്റെ ദൈവശാസ്ത്രമൊക്കെ പിന്നീട് നമുക്കൊരു അവസരത്തിൽ പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനം യേശു ക്രിസ്തു പറഞ്ഞ വചനമാണ്. പത്രോസിനെ നോക്കി പറയുകയാണ്, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ പത്രോസിന്റെ സഭ സ്ഥാപിക്കും എന്നാണ് പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. സാക്ഷാൽ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ, അവൻ വ്യക്തമായി പറഞ്ഞു, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ മനുഷ്യനാകുന്ന പത്രോസാകുന്ന ശ്ലൈഹിക അധികാരമുള്ള സ്ലീഹന്മാർക്കടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, ഈ പാറമേൽ മനുഷ്യനാകുന്ന പാറമേൽ, മനുഷ്യനാകുന്ന പാറമേൽ. ദൈവ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് പറയാണ്, മനുഷ്യ പത്രോസേ ചഞ്ചല ചിത്തനാണ് നീ, ശമയോനാണ്, പക്ഷെ നിന്റെ പേര് ഞാൻ മാറ്റി, നീ ഇനി കേപ്പ, പാറ എന്നറിയപ്പെടും. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. എന്നിട്ട് അടുത്ത വചനം പറയാണ്, നീ പേടിക്കരുത്, നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇതാരാ പറഞ്ഞേ? കർത്താവ് യേശു മിശിഹാ. എന്നിട്ട് പറയാണ്, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിലും അഴിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പഠിപ്പിച്ച പാഠമാണ്, ഈ മനുഷ്യനെ കൊണ്ട് ദൈവം തൻ്റെ സഭ സ്ഥാപിക്കും. നരകത്തിന്റെ എല്ലാ തന്ത്രങ്ങളും ഇരുളിന്റെ വാഴ്ചകളും അധികാരങ്ങളും പ്രബലപ്പെടാൻ അനുവദിക്കാത്ത വിധം ഈ സഭയെ ഞാൻ ഉറപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൊ ചോദിച്ചേക്കാം, നരകം ശക്തമായി ഈ സഭയ്ക്കെതിരെ അതിന്റെ തന്ത്രങ്ങളും കെണികളും വെക്കുന്നുണ്ട്, ആരോപണങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സഭയ്ക്കുള്ളിലുള്ളവരെ പോലും പിടിച്ചുകൊണ്ടുപോയി, വിശുദ്ധ സ്ഥലത്ത് പോലും ശുശ്രൂഷ ചെയ്യുന്നവരെ പിടിച്ചുകൊണ്ടുപോയി ഈ പിശാച് അവന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യിക്കുന്നുണ്ട്. എന്നാലും ദൈവമക്കൾ വിശ്വസിക്കേണ്ടത് ദൈവവചനം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പൈശാചിക വാഴ്ചകളെ മുഴുവനും പരാജയപ്പെടുത്തിയവനാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കൊളോസ്യർ 1:15 വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, ഭൂമിയിൽ എന്തും അവനു വേണ്ടി, അവനു വേണ്ടി. ഇത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അവനാണ് പറഞ്ഞത്, എന്റെ സഭ ഞാൻ പത്രോസേ നിന്റെ മേൽ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും, നീ പൂട്ടിയാൽ ആർക്കും പിന്നെ തുറക്കാൻ പറ്റില്ല, നീ തുറന്നാൽ ആർക്കും പിന്നെ അടയ്ക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടില് ഈ സഭയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ ഒരുപാട് ആളുകൾ സഭയ്ക്കുള്ളിലുണ്ട്. സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ച് ഞാൻ പറയാൻ മതിയായവനല്ല, ഞാൻ പറയുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ ദൗത്യം എന്ന് പറയുന്നത്, സഭയ്ക്കുള്ളിൽ ദൈവമക്കൾക്ക് ഈ വിശ്വാസത്തിന്റെ കൃപ നഷ്ടപ്പെടരുത്. ഈ നോമ്പ് കാലത്ത് സഭയിൽ നടക്കുന്ന ശുശ്രൂഷകളിലൂടെ ദൈവം ഒരുക്കുന്ന വലിയ കൃപകളുണ്ട്, അത് ഈ മക്കൾക്ക് നഷ്ടമാകരുത്. അതുകൊണ്ട് സഭയോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ
ഐക്യപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ ഈ കൃപകൾ നമുക്ക് പൂർണ്ണമായി നേടിയെടുക്കാൻ പറ്റൂ. സഭയെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് ഇളകി വശായി സഭയെക്കുറിച്ച് തെറ്റിദ്ധാരണകളും സഭയെക്കുറിച്ച് വിവാദങ്ങൾ കേട്ട് എതിർപ്പുകളും മല്ലും മനസ്സിന് ഇടിവുമൊക്കെ സംഭവിച്ച് ഈ നോമ്പുകാലം നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഭിന്നിക്കപ്പെട്ട ഈ മനസ്സിൽ പിശാച് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സഭയോട് അതിലെത്ര കുറവുകളുണ്ടെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കാൻ ഒരു കൃപ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ സഭ എതിർസാക്ഷ്യമായി സഭയ്ക്ക് നേതൃത്വം നൽകുന്നവർ പോലും സഭയ്ക്കെതിരെ നിന്നുകൊണ്ട് പല പ്രവൃത്തികളും ചെയ്തിട്ടും സഭയിൽ, പള്ളിയിൽ എണ്ണം കുറയുന്നില്ല, വിശുദ്ധ ബലിയിൽ എണ്ണം കുറയുന്നില്ല, കുർബാനകളും കൂദാശകളും മുടക്കമില്ലാതെ നടക്കുന്നു. നിങ്ങൾ കരുതരുതൊരു ചടങ്ങായി നടത്താൻ നമുക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ടാണെന്ന്. അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് എണ്ണിപ്പിറക്കി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ദൈവമക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങിങ്ങായി ചിലതിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ശരിയാ. പക്ഷേ മുമ്പന്മാർ പലരും ബിംബന്മാരാകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എട്ടും പൊട്ടും തിരിയാത്ത ഈ ജനത്തോടുള്ള ദൈവത്തിന്റെ കരുണ മൂലം, സ്നേഹം മൂലം ചേർത്ത് പിടിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ സഭയിൽ പിന്നെയും നിറവ്, എണ്ണത്തിൽ കുറവില്ലാതെ, ശുശ്രൂഷകൾക്ക് കുറവില്ലാതെ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ സഭയെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം, ചിലർക്ക് ഈ സഭ എന്ന് പറയുന്നത് ഒരു ഏജൻസി കണക്ക്, ഏജൻസി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സംഘടന, ഒരു NGO, ഒരു പാർട്ടി പോലെ, ഒരു സമുദായം പോലെ ഒരു സംഭവം. അങ്ങനെ ചിന്തിക്കരുത്. കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു ഘടനയായി സഭയെ കാണുന്നവരുണ്ട്. എനിക്ക് നിങ്ങൾക്കും അറിയാതെ അങ്ങനെ ഒരു ചിന്ത വരാം. നമ്മുടെ ജീവിതത്തിൽ സഭ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഒരു സംഘടനാപരമായ ഘടനയുള്ള ഒരു സ്ട്രക്ചറിനകത്ത് നമ്മൾ ഒരു മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്, മാസവരി കൊടുക്കുന്നുണ്ട്, കൃത്യമായി നമ്മൾ അതിനകത്തെ അംഗമാണ്. നമ്മുടെ ഇടവകയിൽ 225 വീട്ടുകാരുണ്ടെങ്കിൽ അത്രയും പേരുടെ ഒരു സംഘം. ഇതൊരു ഏജൻസി കണക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം ജനനം മുതൽ മരണം വരെ നടന്നു കിട്ടും. നമ്മൾ കൃത്യമായി ഇതിനകത്ത് ഫീസൊക്കെ കൊടുത്ത് അതിൻ്റെ മെമ്പർഷിപ്പൊക്കെ അടച്ച് പോയാൽ മതി. അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഏജൻസി. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ഒരിക്കൽ ഒരു ചേട്ടൻ, അല്ല, ഒരു നാട്ടിലൊരു പെൺകുട്ടി വിദേശത്തുള്ളൊരു വിദേശി വിവാഹം കഴിച്ചു. അപ്പം അവിടെ വെച്ചാണ്, വിദേശത്ത് വെച്ചാണ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ചൊക്കെ കല്യാണം കഴിഞ്ഞു. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു, നമുക്കിവിടെ വെച്ച് ഒരു കല്യാണം വേണം, കാരണം എല്ലാവരെയും ഇങ്ങനെ വിദേശത്ത് കൊണ്ടുപോയി കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചു ഇവിടെ വെച്ച്. അപ്പോൾ ഈ വിദേശിയായ ആള് വന്ന് മലങ്കര ക്രമത്തിലെ ഈ കൂദാശയൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഈ വരനെയൊക്കെ ഒരു ജുബയും മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് ഈ വധു ഒരു പ്രത്യേക സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ മലങ്കര കുർബാനയുടെ ആ ശുശ്രൂഷ. കല്യാണമൊന്നും നടന്ന അതിൻ്റെ പ്രത്യേകിച്ച് മിന്നുകെട്ടൊന്നും നടന്നില്ല, എങ്കിലും മലങ്കര ക്രമത്തിലെ ഒരു ആശീർവാദമൊക്കെ അങ്ങ് കൊടുത്ത് അവരുടെ ഒരു പ്രാർത്ഥന, ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തി. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന വിദേശികളായിട്ട് ഒരു 5-6 പേരോടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്, ഇത്രയും ആൾക്കൂട്ടം, ഈ ജനം. അതിനുശേഷം ഇതാ വരനെയും വധുവിനെയും ഇങ്ങനെ തലയിൽ കൂടെ വാനിൽ നിന്ന് ഒരു മകുടോ എന്നൊക്കെ പറഞ്ഞൊരു ആശീർവാദമൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം കണ്ട് ഇവർ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ആ കല്യാണത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ വലിയൊരു സംഘം ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരോ സിഗ്നൽ കൊടുത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രില്ല് പൊങ്ങി എല്ലാവരും കൂടെ ഓടും. ഇങ്ങനെ ആളുകൾ മറിഞ്ഞു വീഴുന്നു. ഓടിച്ചെന്ന് ഈ ഓഡിറ്റോറിയം നിറയെ ഇരിക്കുന്നു. വളരെ ഇത്രയും ജനമൊക്കെ ഒരു അവിടെയൊക്കെ 10, 100, 150 പേരൊക്കെ. ഇത് 1000-ലടുപ്പിച്ച ആളുകളുടെ ഒരു വലിയ ആഘോഷമായ കല്യാണം, നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ വരും. ഇതിങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനോട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ വാസ് അവർ മാരേജ്? ഞങ്ങളുടെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളാമോ? അപ്പോൾ പറഞ്ഞാണ്, സൂപ്പർ, ആൻഡ് ഐ തിങ്ക് മൈ നെക്സ്റ്റ് മാരേജ് വിൽ ബി ഇൻ ഇന്ത്യ. എൻ്റെ അടുത്ത കല്യാണം ഇന്ത്യ വെച്ച് നടത്താൻ ഞാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കരുതിയത് ഈ സംവിധാനങ്ങളെല്ലാം നമുക്കൊരു ഏജൻസി കണക്കെയാണ്. ഇത് ഒരു കടമ, ഒരു ചടങ്ങ് നടത്തി കിട്ടുന്ന ഒരു സ്ഥലം. ഒരിക്കൽ പോലും അവർക്ക് ഇതിൻ്റെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചോ
ദൈവത്തിന്റെ അദൃശ്യ ശക്തിയെക്കുറിച്ചോ ഉടമ്പടി ബന്ധത്തെക്കുറിച്ചോ ഈ വിവാഹത്തിൽ ദൈവം മധ്യസ്ഥനായിരിക്കുന്നതിനെ കുറിച്ചോ ഈ ആശീർവാദത്തിൽ ഈ മക്കൾക്ക് അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനുള്ള കൃപ നൽകപ്പെടുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ കണ്ണു തുറന്നു കിട്ടിയിട്ടില്ല. അവർക്ക് ഇത് നല്ല ഒരു സോഷ്യൽ ഇവന്റ് നടത്തുന്ന ഒരു സ്പേസ്. ഇതാണ് ഏജൻസി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം വെട്ടിപ്പാട്ട് നടന്നു കിട്ടുന്ന ഒരു സ്ഥലം. എന്റെ കാര്യത്തിൽ ഒരു മുടക്കവും ഉണ്ടാകാതെ നടന്നു കിട്ടുന്ന ഒരു സ്ഥലം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഈ കാലഘട്ടത്തിലുണ്ട്. അങ്ങനെയുള്ളവര് ഒരിക്കൽ പോലും ഇതിന്റെ പിന്നിലെ ഈ അദൃശ്യമായ ദൈവശക്തിയെക്കുറിച്ച് തിരിച്ചറിയാതെ പോകും. ദൈവത്തിന്റെ അനന്തമായ സാന്നിധ്യം, മഹത്വം ഈ ആലയത്തിലുണ്ട്, ഈ പള്ളിയിലുണ്ട്, സഭയിലുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം, ആദ്യം എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയാണ്, കൊളോസ്യരോട് പറയാണ്, മക്കളെ, 2-ാം അധ്യായം 18-ാം വാക്യം, കൊളോസോസ് 2:18, മക്കളെ, നിങ്ങളുടെ ഇടയിൽ സഭയിൽ ചില ആളുകൾ അവരുടെ പ്രത്യേകതകളാണ്. വായിച്ചേ. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദേവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മായാദർശനങ്ങൾ വിശകലനം ചെയ്തും കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും. ശ്രദ്ധിച്ചേ, അതായത് കണ്ടു കഴിഞ്ഞാല് പള്ളിയില് ആരാധനയിൽ അവർ സംബന്ധിക്കും, ദൈവദൂതന്മാര് കണക്കെ ആരാധിക്കും. എന്നാൽ കപട വിനയം മാത്രമല്ല, മായാദർശനം വിശകലനം ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയും, ഞങ്ങൾക്ക് ദൈവദൂതന്മാരുടെ ദർശനമുണ്ടായി, ആ ആരാധനയിൽ കർത്താവിന്റെ സാന്നിധ്യം കണ്ടോ തെളിഞ്ഞു നിൽക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ മായാദർശനം വിശകലനം ചെയ്ത് ഇങ്ങനെ കപട വിനയത്തിലും അതുപോലെ ദൈവദൂതന്മാരുടെ ആരാധന കണക്കെ ആരാധിച്ചും നമ്മുടെ സഭയിൽ ആളുകളുണ്ടാവും. സഭയിലുള്ളിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നേ. എന്നിട്ട് പറയാണ്, അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവർ നമ്മളെ വഞ്ചിക്കാതിരിക്കണം. എന്നിട്ട് പറയാണ്, ഭോഗാലാലസമായ മനസ്സോടെ വ്യർത്ഥമായി അവർ അഹങ്കരിക്കുന്നവരാണ്. വ്യർത്ഥമായി അഹങ്കരിക്കുന്ന അവരുടെ മനസ്സിൽ അവർക്കൊരിക്കലും അവരുടെ ഹൃദയം ദൈവീക സത്യങ്ങളും രഹസ്യങ്ങളും മനസ്സിലായിട്ടില്ല. അവർ സഭയിലെ അംഗങ്ങളാണ്, പക്ഷേ അവർക്കൊരിക്കലും സഭയുടെ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ദൈവം ഇടവരുത്തിയിട്ടില്ല. പക്ഷെ അവരെ കണ്ടാൽ സഭയിലെ അംഗങ്ങളാണ്, സഭയിലെ വളരെ വളരെ കഴിവ്, കൃപയും ആരാധനയും പ്രാർത്ഥനയും നേതൃത്വം ഒക്കെയുള്ള ആളുകളാണെന്ന് തോന്നും. ഒരു കപട വിനയമാണെന്നും അവരുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. സത്യമായിട്ടും ദൈവം അവിടെ ഇല്ലെന്ന്. ദൈവത്തെക്കുറിച്ച് മായാദർശനങ്ങൾ അവരുണ്ടാക്കി വെച്ച ചില മായിക ലോകത്ത് അവരിങ്ങനെ ജീവിക്കും. സഭയിലാണ് അവർ. എന്നിട്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, മക്കളെ, അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഈ സഭയിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഈ സഭയിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഈ സഭയിൽ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അവര് സഭയ്ക്കെതിരാകും. അവര് സഭയെ വിമർശിക്കാൻ തുടങ്ങും. സഭയ്ക്കെതിരെ അവര് വിവാദങ്ങൾ ഉണ്ടാക്കും. സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭയെ ശക്തമായി തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം. സഭയിലുള്ളവരാണെന്ന് തോന്നും, പക്ഷേ സഭയ്ക്ക് കാലിടറാൻ തുടങ്ങുമ്പോ, സഭയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, സഭയുടെ യാത്രയിൽ ഒരു വാടി തളർച്ച ഉണ്ടാകുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു ധാർമ്മിക വിഷയം ഉണ്ടാകുമ്പോ, അവരെല്ലാം സഭയ്ക്കെതിരാകും. അതുകൊണ്ടാണ് ദൈവമക്കളെ കുറിച്ച് പൗലോസ് ശ്ലീഹ പറയാണ്, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നവരെ ശ്രദ്ധിച്ചോണം. അവർ നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവർക്ക് ഒരു മനസ്സുണ്ട്. അവരുടെ മനസ്സ് ഭോഗലാലസ മനസ്സെന്നാ പറയുന്നത്, അല്ലേ? എന്താ മനസ്സ്? ഭോഗലാലസ സമമായ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ശ്രദ്ധിച്ചാൽ മതി. സഭയിലുള്ള ആളുകൾ തന്നെയാണ്, നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ ഉണ്ടാകും. അവര് എന്തിനേയും എനിക്ക് ആസ്വദിക്കണം, എന്തിനേയും എനിക്ക് കീഴ്പ്പെടുത്തി അനുഭവിക്കണം. എൻജോയ്മെന്റ്. അവർക്ക് നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, വർജന ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, പിന്നെ ഇതൊക്കെ എടുക്കുന്ന അച്ഛന്മാരുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാം, ഇതൊക്കെ പറയുന്ന തിരുമേനിമാരെ ഞങ്ങൾക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സിന്റെ പേരാണ് ഭോഗലാലസ മനസ്സ്.
ഇങ്ങനെ ഒരു മനസ്സുമായി കഴിയും. എന്തിനേയും എനിക്ക് എൻജോയ് ചെയ്യണം. എനിക്കൊരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ തീർന്നു. എനിക്ക് പള്ളിയിൽ എനിക്കൊരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ, സമൂഹത്തിൽ എന്നെ മാനിച്ചില്ലെങ്കിൽ, എന്നോട് മിണ്ടിയില്ലെങ്കിൽ തീർന്നു. സ്പിരിച്വാലിറ്റി തീർന്നു. പിന്നെ സഭയ്ക്കെതിരായി. എനിക്കൊരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, എനിക്ക് സഭയിൽ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി സഭയുടെ ബന്ധം പോയി. ഇതാണ് ഭോഗലാലസ മനസ്സ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള സ്ഥലമാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള സ്പേസ് ആയിട്ട് സഭയെ കാണും. അങ്ങനെ ആളുകളെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. സഭയ്ക്കുള്ളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവര് സഭയ്ക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, സഭയിലൊരു ഭിന്നത ഉണ്ടാകുമ്പോ മുതലെടുക്കും. അവര് മറ്റുള്ളവരുടെ പക്ഷം ചേർന്ന് സഭയെ താറടിക്കാനും വളരെ പെട്ടെന്ന് തന്നെ സഭയെ വിശുദ്ധീകരിക്കാൻ പ്രവാചക ദൗത്യത്തോടുകൂടി വാളെടുക്കുന്നു, ആയുധമെടുക്കുന്നു, വചനത്തിന് വാളെടുക്കുന്നു എന്ന വ്യാജേന പ്രിയപ്പെട്ടവരെ സഭയ്ക്കെതിരെ നിൽക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണം. അത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നല്ല. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനൊരു രോഗം വന്നു, അസുഖം വന്നു, പനി വന്നു, കൊണ്ട് കളയല്ല നമ്മൾ ചെയ്യുന്നത്. ചികിത്സിച്ചെടുക്കും. അതിനുള്ള ശിക്ഷാ നടപടികൾ കാണും, ശിക്ഷണ നടപടികൾ, ചികിത്സാ രീതികൾ കാണും. അതിനോട് സഹിഷ്ണുത പുലർത്തി സഭയോട് ചേർന്ന് നിൽക്കാൻ ഒരു വിവേകം ഉണ്ടാകണം. അത് ദൈവമക്കൾ ജ്ഞാനത്തോടെ ആർജിച്ചെടുക്കണം. അല്ലാതെ പാപികളുടെ പക്ഷം ചേർന്നുകൊണ്ട് സഭയ്ക്കെതിരെ നിന്ന് പേടകത്തെ കയറി പിടിച്ച് തട്ടുകീട് പറ്റരുത്. പേടകം ചരിഞ്ഞേക്കാം, വീണേക്കാം. പക്ഷേ അതിനെ കയറി പിടിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? കൈനീട്ടി തൊട്ട് തട്ടുകേട് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നാം തിരിച്ചറിയണം. ഇതൊരു പ്രസ്ഥാനമല്ല, ഇതൊരു ഏജൻസി അല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സഭയെന്ന് പറയുന്നത് ഒരു പാർട്ടി കണക്ക്, ഒരു സമുദായം കണക്ക്. സമുദായ ബോധം നമുക്ക് ഉണ്ടാകണമെന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പറയുന്നുണ്ട്. സമുദായ ബോധം ഉണ്ടാകണം. പക്ഷേ സമുദായ ബോധത്തെക്കാൾ ഉപരി എന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടായ്മ ബോധമാണ്. കമ്മ്യൂണിറ്റി ഫീലിംഗിനേക്കാളും കമ്മ്യൂണിയൻ ഫീലിംഗ് ആണ് യേശു ക്രിസ്തു കുർബാനയിലൂടെ നമ്മെ പഠിപ്പിച്ചത്. കൂട്ടായ്മ. കാരണം അതാണ് ആത്മരക്ഷയ്ക്ക് അടിസ്ഥാനം. കമ്മ്യൂണിയൻ. യേശു ക്രിസ്തുവിൽ ഒന്നായി തീരുന്നൊരവസ്ഥ. സമുദായ ബോധത്തെ ഉയർത്തി നമ്മുടെ അവസ്ഥ ഇപ്പൊ നമുക്കറിയാം. വേണ്ട എന്നല്ല, സമുദായ ബോധം വേണ്ട എന്നല്ല, സമുദായ ബോധം ഉണ്ടാകണം. നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മളുടെ നിലപാടുകൾ നമ്മൾ അറിയിക്കണം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നമ്മിൽ രൂപപ്പെടേണ്ടത് കൂട്ടായ്മ ബോധമാണ്. നമ്മുടെ സമൂഹത്തിൽ വീണു പോകുന്നവരെ ചേർത്ത് പിടിക്കാനും, എന്തുകൊണ്ടാണ് സഭ ഇത്രമേൽ വിമർശിക്കപ്പെടുന്നത്? പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും വീണു പോകുന്നവരെ ചേർത്ത് പിടിക്കാനും നമ്മൾ പരാജയപ്പെടുന്നു. ആ മേഖലകളിൽ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണ്. അത് തിരുത്തി മുന്നേറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിയൻ ഫീലിംഗ്. ഇതൊരു പ്രസ്ഥാനമോ ഒരു പാർട്ടിയോ അല്ല, ഒരു സമുദായ ബോധമല്ല. മറിച്ച് ശ്രദ്ധിക്കണം, നമുക്കറിയാം ഒരു പ്രസ്ഥാനത്തിന്റെ, ഒരു പാർട്ടിയുടെ ഒക്കെ 3 അടിസ്ഥാന ചിന്തകളുണ്ട്. ഒരു പാർട്ടി ആകണമെങ്കിൽ ഒന്ന്, അത് ആൾക്കൂട്ടം, എണ്ണം, അണികൾ എത്രയുണ്ട്. 2 3 പേര് ചേർന്ന് ഒന്നും പാർട്ടി ആവില്ല. പക്ഷേ ഈശോ പറഞ്ഞു, 2 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഞാനുണ്ട്. ഇതൊരു വലിയ ആൾക്കൂട്ടത്തിന്റെ കണക്കല്ല. കൺവെൻഷൻ പന്തലുകളിലോ വലിയ ആൾക്കൂട്ടങ്ങളിലോ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവത്തെ കുറിച്ച് മാത്രമേ നമുക്ക് ഇന്ന് അറിയത്തുള്ളൂ. അതല്ല. കൂട്ടായ്മ ബോധം, കമ്മ്യൂണിയൻ. വീണ് കിടക്കുന്ന നമ്മുടെ അപ്പച്ചൻ, അമ്മച്ചി, അവരോടൊപ്പം നമ്മുടെ സ്നേഹം, ജീവിതം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ ആഗ്രഹിക്കുന്ന സഭ. സമരിയക്കാരി എന്ന് പറഞ്ഞ ഒരൊറ്റ പെണ്ണിന് വേണ്ടി നട്ടുച്ച നേരത്തെ കിണറ്റിന്റെ കരയിൽ കാത്തിരുന്ന ഒരൊറ്റ ആളിനെ, ഒരാത്മാവിനെ നേടിയെടുക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു ഈശോ നമുക്കുണ്ട്. ആൾക്കൂട്ടങ്ങളുടെ കണക്കല്ല വേണ്ടത്, മറിച്ച് ആത്മാവിനെ കുറിച്ചുള്ള ഭാരമുള്ള ആളുകളാണ് നമ്മുടെ ഇടയിൽ വേണ്ടത്. ഹല്ലേലൂയ. സ്നേഹമുണ്ട്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഈ പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ സമുദായം അല്ലെങ്കിൽ ആൾക്കൂട്ടം, അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധികാരം, ശക്തി. അധികാരമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാകരുത്. പക്ഷെ ഈശോ എന്താ പറഞ്ഞേ? നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. സഭയുടെ മനോഭാവം ഇതായിരിക്കണം. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭ മറ്റുള്ളവർ പരിഹസിക്കപ്പെടും. സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുവാ.
സഭ എന്ന് പറയുന്നത് ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല, നമ്മളാണ് സഭ. ഇത് കുറച്ചു പേർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, നമ്മുടെ കൂട്ടായ്മയാണ് സഭ. അതുകൊണ്ട് ഈ സമുദായ ബോധത്തിൽ എപ്പോഴും ഉള്ളത് എന്താണെന്ന് അറിയാമോ? പ്രസ്ഥാനങ്ങളിലുള്ളത് അധികാരം, ആൾബലം. എന്നാൽ കർത്താവ് പറഞ്ഞത് ശുശ്രൂഷയെ കുറിച്ചാണ്. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണെന്ന് ഈശോ പറയുന്നുണ്ട്. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണെന്ന് പറഞ്ഞാൽ, പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈശോയാണെന്ന് ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകുന്നത്, ചിലപ്പോ കാല് കഴുകാൻ വെള്ളം കോരി വെക്കുന്നത് ഈശോ ആണെന്ന്. ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയല്ലേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മനോഭാവമാണ് ഈശോ സഭയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. മൂന്നാമതായിട്ട്, ഒരു പ്രസ്ഥാനത്തിന്റെ ആസ്തി, സമ്പത്ത്, അതിന് ബലമെന്ന് പറയുന്നത് സമ്പത്ത്. എന്തുമാത്രം പണം ഡിപ്പോസിറ്റ് ചെയ്യാമോ, എവിടൊക്കെ വാങ്ങി ശേഖരിച്ച് വെക്കാമോ, അതാണ് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള നിലനിൽപ്പിന് വേണ്ടി ഒരു സമുദായം രൂപപ്പെടുത്തുന്നത്. ഇൻവെസ്റ്റ്. ആ കർത്താവ് പക്ഷേ പറഞ്ഞെന്താ അറിയാമോ? ഈ ധനാർത്ഥി, പണാർത്ഥി, പണത്തോടുള്ള ആർത്തി, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാ ധനവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം. പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തി സ്ഥാനമാനങ്ങളും ഒന്നും അല്ല എന്റെ പ്രിയപ്പെട്ട സഭയെ നിശ്ചയിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം ഇന്ന് വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാം സ്വയം വിമർശനത്തിന് കൂടെ വിധേയമാകണം. നമ്മുടെ മനോഭാവത്തിലാണ് പ്രാധാന്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭ എന്ന് പറയുന്നത് അത് ഒരു ഏജൻസി അല്ല, അതൊരു പ്രസ്ഥാനമല്ല, മറിച്ച് സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മൗതിക ശരീരം തന്നെ, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. നമ്മളത് തിരിച്ചറിയണം. ഇത് പിശാച് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കി തരികയില്ല. കാരണം എന്താണെന്നറിയാം? ഇതറിഞ്ഞാൽ അവന്റെ സാമ്രാജ്യം തകരും. യേശു പറഞ്ഞു, പത്രോസേ, നീ പറയാണ് ഈ പാറമേൽ എന്റെ സഭ ഞാൻ പണിയും. എന്നിട്ട് പറയാണ്, പിശാചിന് അതിനെതിരെ പ്രബലപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ the presence of Jesus is here. ഈ സഭയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കണം. പിശാച് പലരിലൂടെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? ഈ സഭയിൽ യേശു എന്നേ പോയി, യേശു എന്നേ കൈവിട്ടുപോയി. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരാള് ഈ സഭയിൽ നിന്ന് മാറി വേറൊരു സഭ തുടങ്ങി. ചോദ്യമിതാ ശ്രദ്ധിക്കണേ, നമ്മുടെ കർത്താവിന് തെറ്റുപറ്റുമോ? ഉണ്ടെന്നില്ലല്ലോ. കർത്താവിന് തെറ്റുപറ്റുമോ? ഇല്ല. കർത്താവ് ഒരു സഭ സ്ഥാപിച്ചിട്ട്, ഈ സഭ എന്റെ സഭയാണെന്ന് പത്രോസ് ഇതിനെതിരെ നരകം പ്രബലമാകില്ല എന്ന് പഠിപ്പിച്ചിട്ട് ഈ സഭ സ്ഥാപിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഒരു കാലത്ത് ഈ സഭയിൽ കുറവുകൾ കണ്ടിട്ട് ഈ കർത്താവ് ഈ സഭയോട് കൊള്ളത്തില്ല ഈ സഭ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയെ പുറത്തോട്ടിട്ട് പത്രോസിനോട് പറഞ്ഞു, മാർട്ടിൻ ലൂതറിനോട് പറഞ്ഞു, ലൂതറെ, നീ ഒരു പുതിയ സഭ സ്ഥാപിക്കും, ഞാൻ അങ്ങോട്ട് വരാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ രീതി പഴയതിനെ, കേടുവന്നതിനെ പുതുക്കിയെടുക്കുക എന്നുള്ളതാ. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും അവർക്കൊരു തെറ്റുപറ്റി, അനുസരണക്കേടാ. ദൈവം എന്താ ചെയ്തത്? ആദാമേ, ഹവ്വയെ ഏദന്റെ പുറത്തു പൊക്കോ, നിങ്ങളെ രക്ഷിക്കാൻ ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദാമിനോട് പറഞ്ഞു, ആദാമേ, ആ പെണ്ണുണ്ടല്ലോ, അന്നേരം എനിക്കറിയായിരുന്നു അവളുടെ കയ്യിലിരിപ്പ് ശരിയല്ല, നമ്മൾ അന്നെ പറ്റിച്ചെന്ന് എനിക്കറിയാം. അവളെ കളഞ്ഞര് ഞാൻ വേറൊരു, നിന്റെ മറ്റേ ഭാര്യയിലൂടെ ഉണ്ടല്ലോ, വേറൊരു പെണ്ണിനെ സൃഷ്ടിച്ചു തരാം, ഇതിനേക്കാളും ബുദ്ധിയുള്ള അനുസരണമുള്ള ഒരു പെണ്ണിനെ. ദൈവം ഇത് ചെയ്തോ? ഇല്ല. ദൈവം ഈ വീണുപോയ കുടുംബത്തെ റിപ്പയർ ചെയ്തെടുക്കുന്ന രീതിയാണ് ദൈവത്തിനുള്ളത്. ദൈവം ആദാമിനോട് പറഞ്ഞു, ആദാമേ, പറുദീസ നഷ്ടപ്പെട്ടാലും പെണ്ണിന്റെ കൈവിട്ടേക്കല്ലേ, കാരണം നിന്റെ വീടിനെ, നിന്റെ കുടുംബത്തെ പുതുക്കി പണിഞ്ഞു തരാൻ എനിക്ക് പദ്ധതിയുണ്ട്, എന്റെ മകനെ ഞാൻ വിടും. ഇതാ ദൈവത്തിന്റെ രീതി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭ ദൈവം സ്ഥാപിച്ചിട്ട് 16-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു, ഈ സഭ കൊള്ളത്തില്ല, വിട്ടെ. ലൂതറെ, നീ ഒരു പുതിയ സഭ തുടങ്ങിക്കോ, ഞാൻ അവിടെ ഉണ്ടാകും. നമ്മുടെ കർത്താവിന് തെറ്റുപറ്റില്ല. അവൻ സ്ഥാപിച്ചത് തന്നെയാണ്. അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. ആ സ്ഥാപിച്ചത് എന്നും നിലനിൽക്കും. വിശ്വസിച്ച് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിന് കുറവുകളുണ്ടാകും, പരിമിതികളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. അവ തിരുത്തിയെടുക്കും. ധൂർത്തപുത്രന്റെ യാത്രയ്ക്ക്, മടക്കയാത്രയ്ക്ക് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ധൂർത്തപുത്രനോട് എന്നേക്കുമായി പടിയടച്ച പിണ്ഡം വെച്ചില്ല, കഥക തുറന്നവൻ കാത്തിരുന്നു. സഭ എന്ന് പറയുന്നത് ഈ സ്നേഹമാ, കാത്തിരിക്കുന്ന, തിരിച്ചെടുക്കുന്ന, റിപ്പയർ ചെയ്തെടുക്കുന്ന, തിരുത്തിയെടുക്കുന്ന. എന്റെ നിങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്, എന്തുമാത്രം തിരുത്തലുകൾ തന്ന ഈ അവസ്ഥയിൽ എത്തിച്ച നമ്മളെ കളയത്തില്ലവൻ.
അതുകൊണ്ട് ആരെങ്കിലും സഭയ്ക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയിൽ ക്രിസ്തുവില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ വീണു പോകരുത് എന്റെ പ്രിയപ്പെട്ട മക്കളെ. അതിനോട് പക്ഷം ചേർന്ന് തകർന്നു പോകരുത്. കർത്താവ് സ്ഥാപിച്ച സഭയ്ക്ക് അവന്റെ സാന്നിധ്യം. അതുകൊണ്ട് അത് ഒരു പള്ളി പണിയുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കി. നമ്മുടെ ഈ പള്ളിയുടെ സ്ട്രക്ചർ ക്രിസ്തുവിന്റെ ശരീരം കണക്കല്ലേ വെളുതിരിക്കുന്നത്. തലയായി മധുമഹ, കണ്ണുകൾ, അവിടെ തെളിയുന്ന തിരികൾ, അധരമാണിത്, നടുക്ക് വെച്ച് വായിക്കുന്ന എവൻഗേലിയോൻ, ഇരുവശങ്ങളിൽ വായിക്കുന്ന ലേഖനങ്ങളാണ് അവന്റെ കാതുകൾ, അവന്റെ കൈകാലുകളാണ് തുറന്നിട്ടിരിക്കുന്ന വാതിലുകളും ജനലുകളും. ഇതെല്ലാവർക്കും വേണ്ടി തുറന്നിരിക്കുന്ന സാർവത്രിക മാനമ അവന്റെ വിലാവാണ്. വലതുവശത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും. മാമോദീസ തൊട്ടി അവന്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും. എന്തുകൊണ്ടാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്? ഇത് അവന്റെ ശരീരമാണെന്നേ. അതുകൊണ്ടാണ് സാവൂൾ പണ്ട് പൗലോസാകുന്നതിന് മുൻപ് ഈ സഭയെ മുച്ചൂട് നശിപ്പിക്കാൻ വേണ്ടി, വേരറ്റം വരെ ഇതിനെ ദഹിപ്പിച്ചു കളയാൻ വേണ്ടി തീഷ്ണതയോടെ, എരിവോടെ, ഫരീസയ മനസ്സോടുകൂടി കുതിരപ്പുറത്ത് ദമാസ്കസിലേക്ക് പാഞ്ഞുപോയി, തിട്ടൂരവുമായി പാഞ്ഞുപോയി ഈ ജനതയെ മുഴുവനും നശിപ്പിക്കുന്നത് കളയാമെന്ന് അയാൾ വിധി എഴുതി പോകുമ്പോ ദൈവം അയാളെ കുതിരപ്പുറത്ത് തട്ടി താഴെയിട്ടിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ചോദിക്കേണ്ടത് എന്തായിരുന്നു? സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്റെ സഭയെ പീഡിപ്പിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. പക്ഷെ അവൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ? സാവൂൾ, എന്റെ ജനതയെ പീഡിപ്പിക്കുമ്പോൾ നീ എന്നെയാ പീഡിപ്പിക്കുന്നത്. കാരണം സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാ. അവനിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവനെതിരെ പറയും, സഭയ്ക്കെതിരെ പറയുമ്പോൾ അവനെതിരെയാണ് പറയുന്നതെന്നും പിശാചിന്റെ പക്ഷം ചേരുന്നുവെന്നും ദൈവ മക്കൾ അറിഞ്ഞിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, പീഡിപ്പിക്കുന്നത് അവനെയാ. സഭയിലെ ഒരുവന്റെ കണ്ണുനീര് ഈ മണ്ണിൽ വീണാൽ അവന്റെ ചങ്കാണ് പൊള്ളുന്നതെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ ബോധ്യം നമുക്ക് കിട്ടാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, പിശാച് ചെയ്യുന്ന ആദ്യത്തെ പണി എന്താണെന്ന് അറിയാമോ? നമ്മളെ സഭയിൽ നിന്ന് അകറ്റി. സഭയിൽ നിന്ന് നമ്മളെ അകറ്റാൻ ഏറ്റവും നല്ല വഴി പൗരോഹിത്യത്തിൽ നിന്ന്, കൂദാശകളിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ്. ഈ കാലഘട്ടത്തിൽ കാണുന്ന എല്ലാ സിനിമകളും, ഈ കാലഘട്ടത്തിൽ കാണുന്ന എഴുത്തുകളും, സോഷ്യൽ മീഡിയയിലെ മിക്കവാറും വീഡിയോകളും എന്തുകൊണ്ടാണ് ഈ കൂദാശകളെ, കുംഭസാരം ഉൾപ്പെടെ കൂദാശകളെ അവഗണിക്കുന്നത്, പൗരോഹിത്യത്തെ അവഗണിക്കുന്നത്, സന്യാസത്തെ അവഗണിക്കുന്നത്? കാരണം എന്താണെന്ന് അറിയാമോ? ദൈവജനം മനസ്സിലാക്കിയിരിക്കണം. ഈ വെറുപ്പ് പിശാച് നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചു തന്നാൽ, വീടുകളിൽ നമ്മൾ ഈ പൗരോഹിത്യത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയാൽ സഭയ്ക്കെതിരാകുമെന്നും, പിന്നീട് പിശാചിന് നിന്നെ, നിന്റെ തലമുറ, കുടുംബത്തെയും പെട്ടെന്ന് പിടികൂടാൻ എളുപ്പമാണെന്നും, നിന്റെ കുടുംബത്തിലേക്ക് പിശാചിന് കയറാനുള്ള ഏറ്റവും എളുപ്പമുള്ള വാതിൽ അതാണെന്നും അവനറിയാം. പിശാചിനറിയാം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണേ. എന്തിനാണ് പൗരോഹിത്യം തന്നത്? നമുക്കറിയാം, നമ്മൾ പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യാത്തവരായി ആരുമില്ല, കുറവുള്ളവരാണ്. നാം ചെയ്യുന്ന പാപം മൂലം നമ്മൾ ചെയ്യുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണെന്ന് വചനമുണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ സഭയ്ക്ക് പുറത്തായി. കാരണം സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മൗലിക ശരീരമാണ്, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ശ്രദ്ധിക്കണം, സഭ എന്ന് പറയുന്നത്, നമുക്ക് പറഞ്ഞു, സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, മൗലിക ശരീരമാണ്. ഒരുവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യേശുവിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവരാണ്. അപ്പൊ സഭയ്ക്ക് പുറത്തു പോയി. ശ്രദ്ധിക്കണം, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതൊരു തമാശയാണ്, ഇതൊക്കെ ആരാ ചെയ്യാത്തത് എന്നൊക്കെ ചോദ്യം. അങ്ങനെയല്ല. ഒരു പാപത്തിൽ വീണു പോയാൽ നമ്മൾ സഭയ്ക്ക് പുറത്തായി. കാരണം യേശുക്രിസ്തുവിന് പുറത്തായി നമ്മൾ. പിന്നീട് പുറത്തായ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടോ സ്വന്തം പ്രയത്നം കൊണ്ടോ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. അതിനാണ് പൗരോഹിത്യം അവൻ സ്ഥാപിച്ചത്. പുരോഹിതനും കൂദാശകളും ദൈവം സ്ഥാപിച്ചതെന്നാണെന്ന് അറിയാമോ? പുറത്തായവനെ യേശുവിന്റെ സഭയിലേക്ക് കൊണ്ടുവരിക. അതിനാണ് കുംഭസാരം എന്ന കൂദാശ, വിശുദ്ധ കുർബാന. ഈ കൂദാശകളിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിവില്ലാതിരിക്കുന്ന നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണിത്, പൗരോഹിത്യം. പിശാച് എന്നറിയാമോ? നിന്റെ കുടുംബത്തെ ഏതെങ്കിലും ഒരു അച്ഛനുമായി, പുരോഹിതനുമായി പിണക്കിക്കും, വഴക്കുണ്ടാക്കും. എന്നിട്ട് ആ വെറുപ്പ് സഭയിലുള്ള സകല വൈദികരിലേക്കും വ്യാപിപ്പിക്കും. കാരണം നീ പാപം ചെയ്ത് പുറത്തു പോയാൽ ഒരിക്കൽ പോലും നീ സഭയ്ക്കുള്ളിൽ പ്രവേശിക്കരുതെന്ന് നിർബന്ധമുള്ള ഒരു നെഗറ്റീവ് എനർജി എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റുമുണ്ട്. ഇതാണ് ഇത്രമേൽ ഈ ചിത്രം നമുക്ക് ചുറ്റും നിഴലിക്കുന്നത്.
നീ സഭയ്ക്കെതിരെ പാപം ചെയ്തു പോയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം വെറുപ്പ് അവൻ സൃഷ്ടിക്കും. അതിനാലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സഭയിൽ നിന്ന് പുറത്തു പോകാൻ ഇടവരാത്ത വിധം ഈ കൂദാശകളോട് പൗരോഹിത്യത്തോടൊക്കെ നമ്മൾ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കണമെന്ന ജ്ഞാനം നമുക്കുണ്ടാകേണ്ടത്. ഈ കെണി നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പൗരോഹിത്യത്തിനെതിരെ, പുരോഹിതർക്കെതിരെ, കാരണം പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകളിലൂടെയാണ് സഭ എന്റെ പ്രിയപ്പെട്ടവരെ സാത്താന്റെ കൊമ്പൊടിക്കാൻ, നരകത്തിന്റെ ചങ്ങലക്കെട്ടുകളെ തകർക്കാൻ വേണ്ടി ദൈവം ശുശ്രൂഷകളെ ഈ പള്ളി സാഹചര്യം ഒരു കുംഭസാരമെന്ന കൂദാശയിൽ എന്നേക്കുമായി പിശാചിനെ കൊമ്പൊടിയും. നീ അവിടെ മുട്ടുകുത്തുന്നത് വഴി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആശീർവാദം പുരോഹിതനക്ക് തരുന്നത് വഴി എന്നേക്കുമായി നിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് പിശാചിനറിയാം, അവന്റെ കൊമ്പൊടിയുന്ന ശുശ്രൂഷ. അതുകൊണ്ടാണ് പുരോഹിതർക്കെതിരെ ഈ കാലഘട്ടം നമ്മുടെ തലമുറയെ പടച്ചുവിടുന്നത്, എതിരാക്കുന്നത്. നാം ആ ഒരു മണ്ടത്തരത്തിൽ വീണുപോയി ആത്മാവിനെ അപകടത്തിലാക്കരുത്. സ്നേഹമുള്ളവരെ, അത് യേശുക്രിസ്തുവിന്റെ ഈ സഭയോടുള്ള യേശുക്രിസ്തു ആണ് ഈ സഭയെ സ്ഥാപിച്ചത് എന്നതിന്റെ വചനത്തിലെ ഒരു ചെറിയ പാഠം മാത്രം കണ്ടുകൊണ്ട് ഞാൻ ആരാധന പൂർത്തിയാക്കാം. നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് നമ്മളൊരു ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ ഈ സഭയുടെ ഈ 50 ദിവസവും ഒരുപാട് കൃപകൾ, സ്വർഗം, ഉപവാസവും പ്രാർത്ഥന, വർജന ഇതിലൂടെയൊക്കെ ധാരാളം കൃപകൾ ഒരുക്കുന്നു. വലിയാഴ്ചയിലെ ശുശ്രൂഷകളിൽ നമുക്കറിയാം കർത്താവിന്റെ രക്ഷാകരമായ കുരിശുമരണത്തിന്റെ സകല യോഗ്യതകളും നമുക്ക് വേണ്ടി തരുന്ന ഒരു ശുശ്രൂഷ. അപ്പോൾ ഈ സഭയ്ക്ക് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു വെറുപ്പോ അതൃപ്തിയോ മനസ്സിൽ പകയോ കിടന്നാൽ അത് കൃപകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത വിധം ബ്ലോക്കാവും, ബന്ധനമാവും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു സന്ധ്യയിൽ നമ്മൾ ഈ ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:18. കൊളോസ്യർ 1:18 ഉറക്കെന്ന് വായിച്ചേ. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. പൗലോസ് പഠിപ്പിക്കുന്ന അവൻ എന്ന് പറഞ്ഞാൽ യേശു സഭയാകുന്ന ശരീരത്തിന്റെ എന്താണ്? ശിരസ്സാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കാലിൽ ഒരു കട്ടുറുമ്പ് കടിച്ചു അല്ലേ? കാലില് കട്ടുറുമ്പ് കടിച്ചു, പെട്ടെന്ന് ഇപ്പൊ എന്തോ കടിച്ചു, ഏതോ കടിച്ച പോലുണ്ട്. അപ്പോൾ പെട്ടെന്ന് കൈ എടുത്തിങ്ങനെ നമ്മൾ ഈ കട്ടുറുമ്പിനെ കൈയാണോ കണ്ടത് അതോ തലയാണോ കണ്ടത്? തലയാ. കാരണം പെട്ടെന്ന് ഈ ബുദ്ധിയിൽ കട്ടുറുമ്പ് കടിച്ചതിന്റെ ആ വേദനപ്പെട്ട തലയിലെത്തി. തലയാണ് കൈക്ക് കമാൻഡ് കൊടുക്കുന്നത്. എല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടന്നത്. ഈ തല പ്രവർത്തനരഹിതമായൊരു തലയാണെങ്കിലോ കട്ടുറുമ്പ് കടിച്ചു പോകും, കൈ തൊന്ന് പണിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങളെല്ലാം നമ്മളൊക്കെ വിവിധങ്ങളായ അവയവങ്ങളാ. ചിലർക്ക് കൈയുടെ റോഡ്, ചിലർക്ക് മൂക്കിന്റെ റോഡ്, ചിലർക്ക് കണ്ണിന്റെ റോഡ്, ചിലർക്ക് ചെവിയുടെ റോഡ്, ചിലർക്ക് കൈയുടെ റോഡ്. എല്ലാവർക്കും വിവിധങ്ങളായ റോളുകളാണ്. പക്ഷെ ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് ശിരസ്സാണ്. അതുകൊണ്ടാണ് അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. നമ്മളിങ്ങനെ ഒറ്റ വഴിയെ കൂടി ഇങ്ങനെ പാട്ടും പാടിയൊക്കെ നടക്കുമ്പോഴേ അതേ ഒരു പോത്ത് കുത്താൻ വരുന്നു. പോത്ത് തിരിച്ചൊരൊറ്റ ഓട്ടം. ഏത് 100 കിലോ ഈ ശരീരത്തെ ആരാ ഓടിക്കുന്നേ? പോത്തോ? ഈ കാല് പറയാ ഇപ്പൊ സൗകര്യമില്ല ഓടാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഇത്രയും ഭാരമുള്ള ശരീരത്തെ വഹിച്ചുകൊണ്ട് എത്ര നാളായി കാല് നടക്കുന്നേ? കാല് കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഇത്രയും നാൾ ഞാൻ നിന്നെ ചുമന്നുകൊണ്ട് നടക്കായിരുന്നു. ഇവിടെ വേറെ ചിലന്മാരുണ്ട്, ഇതേ മുഖത്ത് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അതായത് മൂക്ക്, ചെവി എന്നും പൗഡർ ഇട്ട് മേക്കപ്പ് ഇട്ട് പൂശിപ്പറക്കി ചുണ്ടൊക്കെ. എന്ത് രസം! ഞങ്ങള് ഈ ചെളി കുടിക്കാൻ നടക്കുക. ഇതെന്തൊരവസ്ഥ ചെയ്ത് ഞങ്ങളുടെ കാലിന്റെ. ഇന്ന് മുതൽ ഞങ്ങൾ പണി മുടക്കി. പോത്ത് കുത്തുന്നെങ്കിൽ കുത്തട്ട. അങ്ങനെ പറയുമോ? പറയുമോ അങ്ങനെ? അതാണ് പറഞ്ഞത്, ശരീരത്തിന്റെ അവയവങ്ങൾ കണക്കെയാ നമ്മൾ സഭയിലെ മക്കൾ. ഒരാൾക്കൊരാവശ്യം വന്നാൽ ചുമക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. സഹിക്കണമെങ്കിൽ സഹിക്കണം, ചേർത്ത് പിടിക്കണം. ഇതാണ് ഈ വചനത്തിന്റെ ഒക്കെ, ഈ വചനമൊക്കെ ജീവിക്കണം എന്ന് പറയുക. എഫേസ്യർ 1:23, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. സഭ അവന്റെ ശരീരമാണ്. സഭ അവന്റെ ശരീരമാണ്
എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശിരസ്, സഭ അവന്റെ ശരീരം. ഈ കൈ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ അവയവങ്ങളാ. ചിലർക്ക് കിഡ്നിയുടെ റോളാ, ചിലർക്ക് പാൻക്രിയാസിന്റെ റോളാ. കാണാനില്ല, നോട്ടീസിൽ പേര് വരില്ല, പേരെഴുതി സൂക്ഷിക്കാറില്ല. പുറമെയുള്ള അവയവങ്ങളല്ല, അകത്തെ. എന്നാൽ ഹൃദയം, കരള്, എന്തുമാത്രം ജോലിയാ. മുടക്കമില്ലാതെ ജോലി ചെയ്യുക, ഉറക്കമില്ലാതെ ജോലി ചെയ്യുക, രാത്രിയും പകലും ജോലി ചെയ്യുക. ശുദ്ധീകരണ പ്രക്രിയകള്. ആരുടെയും ചങ്ക് വെളിയിൽ കാണുന്നുണ്ടോ? അകത്താണ്. പ്രിയപ്പെട്ടവരെ, സഭയാകുന്ന ശിരസിന്റെ അവയവങ്ങളാണ് നമ്മൾ. ഈ കൂട്ടായ്മ ബോധം നഷ്ടപ്പെടുത്താൻ അഭിശാസം നോക്കുന്നത്, ഭിന്നതയുണ്ടാക്കാൻ. അതുകൊണ്ടാണ് സഭ ക്രിസ്തു തന്നെയാണ്. ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്, ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം. അതുകൊണ്ട് സഭയോട് ചേർന്നിരുന്നാൽ ഗുണപരമായ മെച്ചമുണ്ട് നമ്മൾ തിരിച്ചറിയണം. സഭയോട് ചേർന്നിരുന്നാൽ ഗുണപരമായ മെച്ചമുണ്ട്. കാരണം അവന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക, അവന്റെ മഹത്വത്തോട് ചേർന്നിരിക്കുക. അല്ലാതൊരു സംവിധാനം നമുക്ക് രൂപപ്പെടുത്തിയില്ല. നമ്മൾ കരുതും ചിലരൊക്കെ പറയുന്ന പോലെ നേരിട്ട് അങ്ങ് വിളിച്ചാൽ മതി, മഹത്വം ഇറങ്ങി വരും. നോ, വരില്ല. ദൈവത്തിന് സംവിധാനത്തോട് ചേർന്നിരിക്കുക. അവനറിയാം ഈ സംവിധാനം മനുഷ്യനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്. അവൻ രൂപപ്പെടുത്തിയ സംവിധാനമാണിത്. ഈ സംവിധാനത്തിൽ ചേർന്നിരുന്ന് കൃപ കണ്ടെത്തി മഹത്വം ഇറങ്ങി വരാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയാണ് എന്റെ പ്രിയപ്പെട്ടവർ ആദിമസഭ മുതൽ ദൈവം അഭിലഷിക്കുന്നത്, ദൈവം വളർത്തിയെത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സഭ വളരുന്നത്. അതുകൊണ്ട് ഈ സഭയെ വെറുത്തുപേക്ഷിക്കാനും മാറ്റി നിർത്താനും ഇടവരാത്തെ സഭയോട് ചേർന്ന് നിൽക്കണം. സോഷ്യൽ മീഡിയയിൽ പലരും പറയും, ദയവായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ആളുകൾക്കൊന്നും അയച്ചു കൊടുക്കരുത്. നമുക്ക് ദൈവത്തിന് വചനം കൊടുക്കാൻ എന്തുമാത്രം അവസരങ്ങളുണ്ട്. നമ്മൾ ദൈവവചനം പറയാൻ ഇനി സമയം വളരെ ചുരുക്കമാണ്. ദൈവവചനം പറയാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഈ കോമഡികളും അതുപോലെ തന്നെ സഭയ്ക്കെതിരുള്ള ദൂഷണങ്ങളും ഈ വിവാദങ്ങളും ശരിയാണ്, കുറവുകളുണ്ട്. അതൊക്കെ കേൾക്കാൻ വേറെ ചാനലുകളുണ്ട്, ചാനലുകൾ കാണട്ടെ, കേൾക്കട്ടെ. പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ഫോണിൽ നിന്ന് ദൈവത്തിന്റെ വചനം, ദൈവിക കാര്യങ്ങൾ, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന നീതിബോധമുള്ള, സത്യബോധമുള്ള, കൃപയുള്ള ശുശ്രൂഷകളിലേക്കൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് കാര്യങ്ങൾ പോകട്ടെ. അങ്ങനെ നമ്മൾ സഭയുടെ കൂട്ടുപണിയെ പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, കതിരും പതിരും വേർതിരിയുന്ന ഒരു കാലമുണ്ട്. അഗ്നിയുടെ കാറ്റ് നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു കാലമുണ്ട്. അന്ന് നമ്മുടെ പണി നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കുന്നതിനെ മുറുകെ പിടിക്കണം. നിലനിൽക്കുന്നതിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ.